നമസ്കാരം. അപ്പായ്ക്ക് ഗോൾഡ് ആണോ ഇഷ്ടം, സിൽവർ ആണോ ഇഷ്ടം എന്നോ? അപ്പായ്ക്ക് ഗോൾഡ്. എന്നോട് ചോദിച്ചതുപോലെ അപ്പായ്ക്ക് സ്വർണമാണോ സിൽവർ ആണോ ഇഷ്ടം എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സ്വർണത്തിനാണോ സിൽവറിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പപ്പായ്ക്ക് താല്പര്യം എന്നായിരുന്നു മോൻ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ പെട്ടെന്നൊരു മറുപടി പറയുക എന്നുള്ളത് എളുപ്പമല്ലായിരുന്നു. ആ ചോദ്യം മാത്രമേ എളുപ്പമുള്ളൂ, അതിന്റെ ഉത്തരം ഒട്ടുമേ എളുപ്പമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് സ്വർണവും വെള്ളിയും ഒരു താരതമ്യ പഠനം നടത്താം. സ്വർണം നമ്മളുടെ ഒരു വികാരമാണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് സ്വർണം എന്ന് പറയുന്നത് ഒരു 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 ഫീലിംഗ് ആണ്, ഒരു വികാരമാണ്. അതിനുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. വെള്ളിയോടെന്നാൽ ഈ അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഒരു സമയത്തും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ സ്വർണവും വെള്ളിയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ സ്വർണം വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ വെള്ളിയുടെ സ്ഥിതി അതല്ല. വെള്ളി വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് വലിയ തോതിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് നേരത്തെ തന്നെ വെള്ളി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വെള്ളി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായിട്ട് നമ്മളുടെ ഇലക്ട്രിക് വാഹനങ്ങളിൽ വലിയ തോതിൽ വെള്ളി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വെള്ളിയുടെ ഡിമാൻഡ് ഇത്രയും ഉയരാനായിട്ട് കാരണമായത്. അതോടൊപ്പം തന്നെ നമ്മളുടെ സോളാർ പാനലുകളിൽ വൻതോതിൽ വെള്ളി ഉപയോഗിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പം ഈ രണ്ട് കാരണങ്ങൾ വെള്ളിയെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വെള്ളിയുടെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെക്സിക്കോയിലാണ്. പക്ഷെ അവിടെ പുതിയ മൈൻസ് ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇതിന്റെ പ്രൊഡക്ഷൻ ഒട്ടുമേ വർദ്ധിക്കുന്നില്ല. സ്വർണത്തിന്റെ കാര്യത്തിലും അക്കാര്യം ഈ രണ്ടും, സ്വർണവും സിൽവറും രണ്ടും ലഭ്യത കുറഞ്ഞു വരികയാണ്. പക്ഷെ സ്വർണത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർണം നമ്മളുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ സ്വർണം അവരുടെ ഒരു കരുതൽ ശേഖരത്തിൽ പെടുത്തിയിട്ടുള്ളത് കൊണ്ട് സ്വർണത്തിന് സ്വാഭാവികമായിട്ടും വെള്ളിയേക്കായാലും ആ നിലയിൽ ഒരു വലിയ നേട്ടം അവകാശപ്പെടാനുണ്ട്. പക്ഷെ ഇപ്പം റീസെന്റ് സൗദി ഗവൺമെന്റ് വെള്ളി അവരുടെ കരുതൽ ശേഖരത്തിലേക്ക് എടുത്തിട്ടുണ്ട് വലിയ തോതിൽ. അപ്പം അത് ഒരു മാറ്റത്തിന്റെ സൂചകമാണ്. ആ രീതിയിൽ മറ്റ് ബാങ്കുകളും സെൻട്രൽ ബാങ്കുകളും വെള്ളിയെ ഒരു കരുതൽ ശേഖരമാക്കി മാറ്റിയേക്കാം എന്ന് വിചാരിച്ചാൽ വെള്ളിയുടെ വില എക്സ്പ്ലോഡ് ചെയ്യും. സ്വർണത്തെക്കാളും വലിയ ഒരു മുന്നേറ്റം അങ്ങനെ വന്നാൽ വെള്ളിയിലേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വർണത്തെക്കാളും വില ഉയരുമെന്നല്ല പറഞ്ഞത്, പ്രൈസ് റൈസ് ഇതിൽ കൂടുതലായി വരാനുള്ള സാധ്യതയാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നാമത് ലഭ്യതക്കുറവ്, രണ്ടാമത് ഇതിന്റെ ഒരു വ്യാവസായിക ഉപയോഗം, ഈ രണ്ട് കാര്യങ്ങൾ സിൽവറിന് ഒരു മുൻതൂക്കം നൽകുന്നുണ്ട് ഗോൾഡിനെ അപേക്ഷിച്ച് ഇപ്പോൾ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഡോളറിന്റെ വില നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നത് സ്വാഭാവികമായിട്ടും ഗോൾഡിനും സിൽവറിനും ഗുണകരമാണ്. ഞാൻ ഈ പറയുന്നത് കേട്ട് നാളെ നിങ്ങൾ ആരും ചാടി സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പുറപ്പെടരുത്. കാരണം അതിനകത്തൊരു വലിയ അപകടം ഇപ്പൊ നിലവിലുണ്ട്. അതായത് ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന എന്ത് തിരിച്ചടികളും സിൽവറിന്റെ വിലയിലും പ്രതിഫലിക്കും. സ്വർണത്തിന് ആ ഭീഷണി ഇല്ല. അപ്പം സ്വർണം ഒരു 5% കറക്ഷൻ എപ്പോഴെങ്കിലും ഉണ്ടായി എന്ന് കരുതുക. ആ രീതിയിലുള്ള ഒരു കറക്ഷൻ വെള്ളിയിൽ വരുവാണെങ്കിൽ അത് 5% കറക്ഷൻ ആയിരിക്കില്ല, 20%, 25%, 30% കറക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പറഞ്ഞു വന്നത്, സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിയുടെ പ്രൈസ് മൂവ്മെന്റിലെ വൊളാട്ടിലിറ്റി കൂടുതൽ വൊളട്ടൈലായിരിക്കും വെള്ളിയുടെ പ്രൈസ് മൂവ്മെന്റ്. അപ്പൊ നമ്മളവിടെ വളരെ കെയർഫുൾ ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങൾ വിഷമിക്കണ്ട. ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് തന്നെ വിവിധങ്ങളായ അസറ്റിൽ നമ്മളുടെ പണം നിക്ഷേപിക്കാനുള്ള അവസരം നമുക്കിപ്പോൾ ലഭ്യമാണ്. ഒറ്റ ഇൻവെസ്റ്റ്മെന്റ്, അത് വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റ്, ഒരു 1000 രൂപയോ 1500 രൂപയോ 2000 രൂപയോ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് തന്നെ നമുക്ക് സ്വർണത്തിലും അതുപോലെ തന്നെ വെള്ളിയിലും അതോടൊപ്പം തന്നെ ഫോറിൻ ഇക്വിറ്റിയിലും നമ്മുടെ നാട്ടിലെ ഇക്വിറ്റിയിലും എല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന അവന്യൂസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അത്തരം മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അവിടെ നമ്മൾക്ക്
സ്വാഭാവികമായിട്ടും നമ്മുടെ റിസ്ക് കുറഞ്ഞിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിനി ഇത്രയും ഹൈയിൽ ഈ പ്രൈസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് മുമ്പ് മുകളിലോട്ട് ഇനിയും ഉയരത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ താഴോട്ടുള്ള ഒരു ഡൗൺഫാൾ ഉണ്ടായാൽ അത് കുറച്ച് നമുക്ക് താങ്ങാവുന്നതിലും കുറച്ചും കൂടെ കൂടിയ തരത്തിലായിരിക്കും. കാരണം ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിലവിൽ ഇതിന്റെ പ്രൈസ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അതായത് 60% ഇപ്പം വെള്ളിയുടെ വില പറയുവാണെങ്കിൽ ജനുവരി മുതൽ ഈ നിമിഷം വരെ നോക്കുവാണെങ്കിൽ 60% ആണ് വില ഉയർന്നിട്ടുള്ളത്. അതിൽ തന്നെ ലാസ്റ്റ് 3 months 40% ആണ് വരുന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മുകളിലോട്ട് പോകുന്ന ഒരു സാധനം എപ്പോഴെങ്കിലും കറക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ കറക്ഷൻ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു അനുഭവം. അതാണ് മുകളിലോട്ട് ഫാസ്റ്റ് ആയിട്ട് പോയ ഒരു സാധനം താഴോട്ടുള്ള ഫോളും കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അത് മാത്രമേ ഞാൻ പറയുന്നത്. നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കണം, നമ്മുടെ നിക്ഷേപം ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പർച്ചേസിന് മുതിരാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് യഥാർത്ഥമായ നമ്മൾക്ക് ഗുണകരമായ കാര്യം. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് അത്തരം മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ ഇടുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട മറുപടി പറയുന്നതുമായിരിക്കും. താങ്ക് യു.